മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോയമ്പിന്റെ 40 ദിവസമായ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോവേൽ പ്രവചനം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ. യോവേൽ 2:12-13. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും. ദൈവത്തിന്റെ അനുഗ്രഹം അനവധി അനുഭവിച്ച് സന്തോഷങ്ങളുടെയും സമൃദ്ധിയുടെയും അനുഭവങ്ങളിലൂടെ ജീവിച്ചു വന്ന യഹൂദ ജനം ഒരു സമയമായപ്പോൾ അവർ തങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദൈവത്തെ മറന്ന് പാപത്തിലൂടെ ജീവിച്ചു. അതുമൂലം അവരുടെ കൃഷിയിടങ്ങളിൽ വെട്ടുക്കിളിയുടെയും തുള്ളന്റെയും ഉപദ്രവ ഹേതുവായി അവരുടെ വയലെല്ലാം ശൂന്യമായി തീർന്നു. ധാന്യങ്ങളെല്ലാം നശിച്ചു. അങ്ങനെ ആ ദേശത്ത് ക്ഷാമമുണ്ടായി. ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണം തങ്ങൾ പാപത്തിലൂടെ ജീവിച്ചതുകൊണ്ടാണെന്നും അതുകൊണ്ട് അനുദപിച്ച് കർത്താവിലേക്ക് മടങ്ങി വരണമെന്നും കർത്താവിന്റെ ദിവസം അടുത്തിരിക്കുന്നുവെന്നും യഹൂദ ജനത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകനാണ് യോവേൽ പ്രവാചകൻ. 13-ാം വാക്യത്തിൽ പറയുന്നു, വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളെ ദൈവത്തിലേക്ക് തിരുവീൻ എന്ന്. യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പാരമ്പര്യമാണ് അവരുടെ ജീവിതത്തിൽ പാപത്തിന്റെയോ ദുഃഖത്തിന്റെയോ അനുഭവം ഉണ്ടാകുമ്പോൾ അവർ വസ്ത്രങ്ങളെ കീറുന്നത് ഉപവസിക്കുന്നത്. അനുതാപത്തിന്റെ അടയാളമായിട്ടാണ് അവർ വസ്ത്രങ്ങളെ കീറുന്നതെന്ന് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ പ്രവാചകൻ പറയുന്നത് നാം വസ്ത്രങ്ങളെ കീറുന്നതിലുപരി ഹൃദയപരിവർത്തനം ഉണ്ടാകണമെന്നാണ്. നാം എല്ലാം ഇന്ന് സ്വാർത്ഥതയുടെ അഴുക്കുചാലുകളായും ദൈവത്തിന്റെ ഗന്ധം നഷ്ടപ്പെട്ടവരായും തീരാറില്ലേ? ഭക്തി കൊണ്ടും ആർത്തി കൊണ്ടും നമ്മൾ അന്ധരായി തീരാറുണ്ട്. നമ്മിൽ ആത്മാർത്ഥമായ അനുതാപം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ ഹൃദയത്തിൽ രൂപാന്തരം ഉണ്ടാകുകയുള്ളൂ. 12-ാം വാക്യത്തിൽ യഹോവയായ ദൈവം പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരുവീൻ എന്നാണ്. നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാതെ ഭക്തി അഭിനയിച്ച് തരിശു മനസ്സിന്റെ ഉടമകളായി തീരാറുണ്ട്. തരിശു മനസ്സ് ജീർണിച്ചതും മുരടിച്ചതും കരിഞ്ഞതും നിർജ്ജീവവുമായ അനുഭവങ്ങളാണ്. ഈ അനുഭവത്തിൽ നിന്നും ജീവൻ നൽകുന്ന പ്രസരിപ്പും നന്മയും കരുണയുമുള്ള നല്ല മനസ്സിന്റെ ഉടമകളായി തീരണം. അതിന് ആത്മാർത്ഥമായ സമർപ്പണം നമ്മൾക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഈ നോയമ്പുകാലം നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ച് അനുതാപത്തിന്റെ വഴിയിലൂടെ പിന്തുടർന്ന് ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തു ചേരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ നോയമ്പ് കാലങ്ങളിൽ ദൈവമേ, ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ അനുദപിച്ച് കർത്താവിലേക്ക് ചേർന്നിരുന്ന് ജീവിക്കാനും നന്മയിലൂടെ ആയിത്തീരുവാനും ഞങ്ങളുടെ മനസ്സിന് രൂപാന്തരം സംഭവിച്ച് മറ്റുള്ളവർക്ക് അത് നന്മയുടെ പ്രകാശമായി തീരുവാനും ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുമാറാണമേ. ആമേൻ.